നിങ്ങളുടെ ക്ലാസ് മുറിയിലെ അധ്യാപനം എങ്ങനെ കുറച്ചുകൂടി സ്മാർട്ടാക്കാം, കുറച്ചുകൂടി എളുപ്പമാക്കാം എന്നൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അതിന് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു കിഡിലൻ കൂട്ടാളിയുണ്ട്. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമുക്കിന്ന് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. അധ്യാപനമെന്ന് പറയുന്നത് പുസ്തകത്തിലുള്ളത് അതുപോലെ പഠിപ്പിക്കുക എന്നത് മാത്രമല്ലല്ലോ, അല്ലേ? അതൊരു കലയാണ്. ലെസൺ പ്ലാൻ തയ്യാറാക്കണം, പ്രസന്റേഷൻസ് ഉണ്ടാക്കണം, ഓരോ കുട്ടിക്കും പഠനം എങ്ങനെ രസകരമാക്കാമെന്നോർത്ത് ചിലപ്പോൾ ഉറക്കം വരെ കളയേണ്ടി വരും. നിങ്ങളുടെ ആ ഒരു അധ്വാനം അത് ശരിക്കും വലുതാണ്. അപ്പോൾ പാഠങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു വശം മാത്രം. പക്ഷേ ഒരു ടീച്ചറെന്ന നിലയിൽ നമ്മൾ നേരിടുന്ന യഥാർത്ഥ വെല്ലുവിളി എന്താണ്? ശരിക്കുള്ള ചലഞ്ച് എവിടെയാണ്? നമുക്കതിലേക്ക് വരാം. നമ്മുടെ ആദ്യത്തെ സെക്ഷൻ ഇതാണ്: അധ്യാപകരുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. ഓരോരുത്തരിലേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തുന്നുണ്ടോ? അതാണ് യഥാർത്ഥ വെല്ലുവിളി. അതായത് യഥാർത്ഥത്തിലുള്ള വെല്ലുവിളി എന്നത് പഠിപ്പിക്കുക എന്നതിലുപരി നമ്മുടെ ക്ലാസ്സിലെ ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് എന്ന തിരിച്ചറിവാണ്. ഓരോ കുട്ടിയുടെയും കഴിവ്, അവരുടെ താൽപ്പര്യം, ഇതൊക്കെ മനസ്സിലാക്കി അവരിലേക്ക് അറിവെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. അപ്പോൾ സെക്ഷൻ 2, പഠനത്തിന്റെ കോഡ്. ഓരോ കുട്ടിയും പഠിക്കുന്നത് ഓരോ രീതിയിലാണ്. ഈ വ്യത്യസ്തമായ ആവശ്യങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിനൊരു കോഡുണ്ട്. നമുക്ക് ആ കോഡ് എന്താണെന്ന് നോക്കിയാലോ? ഈ കോഡിനെ നമ്മൾ VAK ലേണിംഗ് അപ്രോച്ച് എന്ന് പറയും. വളരെ സിമ്പിളാണ്. കുട്ടികളെ അവരുടെ പഠനരീതി അനുസരിച്ച് പ്രധാനമായും 3ആയിട്ട് തിരിക്കാം. വിഷ്വൽ, അതായത് കാഴ്ചയിലൂടെ പഠിക്കുന്നവർ; പിന്നെ ഓഡിറ്ററി, അതായത് കേട്ട് പഠിക്കുന്നവർ; മൂന്നാമത്തത് കിനസ്തെറ്റിക്, അതായത് കാര്യങ്ങൾ ചെയ്തു പഠിക്കുന്നവർ. ഇപ്പോൾ ഈ കാണുന്ന സ്ലൈഡ് ഒന്ന് നോക്കൂ. ഓരോരുത്തരും എത്ര വ്യത്യസ്തരാണെന്ന് കാണാം. വിഷ്വൽ പഠിതാക്കൾക്ക് ഒരു ചിത്രം കാണുന്നതാണ് 1000 വാക്കുകൾ കേൾക്കുന്നതിനേക്കാൾ നല്ലത്. അവർക്ക് ചാർട്ടുകളും ഡയഗ്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി ഓഡിറ്ററി പഠിതാക്കളാണെങ്കിലോ, അവർക്ക് കാര്യങ്ങൾ കേട്ടു പഠിക്കുന്നതാണ് എളുപ്പം. ക്ലാസ്സിലെ ചർച്ചകളിലൂടെയും വിശദീകരണങ്ങളിലൂടെയുമാണ് അവർക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നത്. എന്നാൽ കിനസ്തെറ്റിക് പഠിതാക്കൾക്ക് അടങ്ങിയിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് കാര്യങ്ങൾ സ്വയം ചെയ്ത് അനുഭവിച്ചു പഠിക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത സെക്ഷൻ, ദൗത്യം, എല്ലാവരിലേക്കും എത്തുക. നമ്മുടെ മിഷൻ വളരെ ക്ലിയറാണ്. ഈ 3 തരം കുട്ടികളിലേക്കും നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എത്തിക്കണം. അപ്പോൾ ഒരു മികച്ച അധ്യാപനമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ ക്ലാസ്സിലെ ഈ എല്ലാ തരം കുട്ടികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിൽ പാഠങ്ങൾ തയ്യാറാക്കുമ്പോഴാണ്. അപ്പോഴാണ് ടീച്ചിങ് ശരിക്കും അടിപൊളിയാവുന്നത്. 4ാമത്തെ സെക്ഷൻ, നിങ്ങളുടെ പുതിയ ടീച്ചിങ് അസിസ്റ്റന്റ്. ഈ വലിയ ദൗത്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ജോലിഭാരം കുറച്ച് അധ്യാപനം കുറച്ചുകൂടി എളുപ്പമാക്കാൻ ഒരു പുതിയ സഹായിയുണ്ട്. അത് വേറെ ആരുമല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. ഇതിനെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ടീച്ചിങ് അസിസ്റ്റന്റായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങളുടെ ജോലിഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ പവർ. ഈ അസിസ്റ്റന്റ് എങ്ങനെയാണ് സഹായിക്കുക എന്നല്ലേ? നിങ്ങൾക്ക് പാഠങ്ങൾ പ്ലാൻ ചെയ്യാൻ സമയമില്ലേ? AIയോട് പറഞ്ഞാൽ മതി, അത് സഹായിക്കും. കുട്ടികൾക്ക് വേണ്ടി രസകരമായ ആക്ടിവിറ്റികൾ വേണോ? AI നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കിത്തരും. നല്ല ചിത്രങ്ങളോ വിഷ്വലുകളോ വേണോ? എന്തിനേറെ, ചോദ്യപേപ്പറുകൾ ഉണ്ടാക്കാൻ വരെ AI നിങ്ങളുടെ കൂടെയുണ്ടാകും. ഇതിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ടൂൾസാണ് ChatGPT, Copilot, Gemini. ഇവയൊക്കെ നിങ്ങളുടെ അധ്യാപനം അടിപൊളിയാക്കാൻ സഹായിക്കുന്ന ചില ഉദാഹരണങ്ങൾ മാത്രം. 5ാമത്തെ സെക്ഷൻ, പകരക്കാരനല്ല, സഹായി മാത്രം. AI വരുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ഇത് അധ്യാപകരുടെ ജോലി ഇല്ലാതാക്കുമോ? എന്നാൽ സത്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു തെറ്റിദ്ധാരണയുണ്ട്, AI അധ്യാപകർക്ക് പകരമാവുമെന്ന്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ AI ഉപയോഗിക്കുന്ന അധ്യാപകർ മറ്റുള്ളവരെക്കാൾ മികച്ച രീതിയിൽ കൂടുതൽ സ്മാർട്ടായി പഠിപ്പിക്കും. ഇത് നിങ്ങളുടെ കഴിവിനെ ഇല്ലാതാക്കുകയല്ല, മറിച്ച് ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധ്യാപനം കൂടുതൽ മികച്ചതും ആസ്വാദ്യകരവുമാക്കാനുള്ള ഈ പുതിയ യാത്ര തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? AI എന്ന ഈ സഹായിയെ കൂടെ കൂട്ടി നമുക്ക് പുതിയൊരു അധ്യാപന ലോകത്തേക്ക് ചുവടുവെച്ചാലോ?